ഹലോ, എല്ലാവർക്കും സ്റ്റഡി വിത്ത് മീ നവിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് പിന്നെയും വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഞാൻ പഠിക്കുന്നത് എനിക്ക് മനസ്സിലാക്കുന്നതായ ടോപ്പിക്സാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ എക്സാം എന്തായാലും നമുക്ക് ഇപ്പോൾ നടക്കുന്ന കേട്ടിട്ട് നമുക്ക് പറ്റില്ല. ഇപ്പോൾ അടുത്ത കേട്ടിട്ട് വിളിക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഇപ്പോൾ ഇങ്ങനെ നമ്മുടെ കോഴ്സിൻ്റെ ഒപ്പം തന്നെ കോഴ്സ് ഇപ്പോൾ അത്യാവശ്യം നല്ല ടൈറ്റായി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ പറ്റണ പോലെയൊക്കെ അതിൻ്റെ ഇടയിൽ നോക്കാം. അതിനനുസരിച്ച് എനിക്ക് പറ്റുന്ന രീതിയിൽ വീഡിയോസ് ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് SSA അഥവാ സർവ ശിക്ഷാ അഭിയാൻ എന്ന് നോക്കാം. ഈ 6 മുതൽ 14 വയസ്സ് വരെ ഉള്ള കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികമാക്കാൻ വേണ്ടിയിട്ട് 2001 നിലവിൽ വന്ന പദ്ധതിയാണ് നമ്മളുടെ സർവ ശിക്ഷാ അഭിയാൻ എന്ന് പറയുന്നത് 2001. ഓക്കെ, SSAക്ക് തുടക്കം കുറിച്ചതാരാണ്? AB വാജ്പേയി. അത് ഇമ്പോർട്ടൻ്റ് ആണ്. AB വാജ്പേയി ആണ് SSAക്ക് തുടക്കം കുറിച്ചത്. പിന്നെ SSAയുടെ ആപ്തവാക്യം എന്നറിയപ്പെടുന്നത് എന്താണ്? സർവരും പഠിക്കുക, സർവരും വളരുക. ഓക്കെ, എന്താണ്? സർവരും പഠിക്കുക, സർവരും വളരുക. എന്തിൻ്റെ ആപ്തവാക്യമാണ്? SSAയുടെ ആപ്തവാക്യം. ഓക്കെ, പദ്യേ ഭാരത് ബാന്ദേ ഭാരത് അതാണ് SSAൻ്റെ ദേശീയ തലത്തിലുള്ള ഉപപദ്ധതികൾ അറിയപ്പെടുന്നത്. ഓക്കെ, നേരത്തെ SSAയും RMSAയും അതായത് ടീച്ചർ എഡ്യൂക്കേഷൻ എന്നിവ ലയിപ്പിച്ച പുതിയ പദ്ധതിയാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ എന്ന് പറയുന്നത്. അപ്പോൾ സമഗ്ര ശിക്ഷാ അഭിയാൻ SSAയും RMSAയും ടീച്ചർ എഡ്യൂക്കേഷൻ എന്നിവ ലയിപ്പിച്ചതാണ്. അപ്പോൾ അതെന്താണ്? 1 മുതൽ 12 ക്ലാസ് വരെയുള്ള പ്രവർത്തനങ്ങൾ ഏകീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ എന്ന് പറയുന്നത്. പിന്നെ കേരളത്തിലെ പ്രൈമറി സ്കൂളിലെ കുട്ടികളുടെ മലയാള ഭാഷ പരിജ്ഞാനം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് SSA ഒരു പദ്ധതി ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതാണ് മലയാള തിളക്കം എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് മലയാള തിളക്കം? കേരളത്തിലെ പ്രൈമറി സ്കൂളിലെ കുട്ടികളുടെ മലയാള ഭാഷയുടെ പരിജ്ഞാനം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് SSA നടപ്പാക്കിയ പദ്ധതിയാണ് മലയാള തിളക്കം എന്ന് പറയുന്നത്. അപ്പോൾ താങ്ക് യു.